സത്യത്തിൽ സേവനം എന്ന് പറയുന്നത് ഒരു തട്ടിപ്പാണ്, അല്ലെങ്കിൽ ഒരു പുകമറയാണ്. അതിനെ നമുക്ക് പുകമറ എന്ന് പറയാം. സേവനം ഹൃദയത്തിലില്ല. ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ സത്യത്തിൽ സേവനമില്ല. മതത്തിൽ വിശ്വസിക്കുന്നവർ ഭയന്ന് കുറച്ചൊക്കെ സേവനം ചെയ്യുന്നു എന്ന് നാട്യം നടത്തുകയാണ് ചെയ്യുന്നത്, അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അവർ ശരിക്കും അവരുടെ ഹൃദയത്തിൽ ഒരു സ്നേഹവുമില്ല. സ്നേഹം, സേവനം, ദയ, കരുണ, അനുകമ്പ, ഇതൊക്കെ ഈ പ്രയോഗങ്ങളൊക്കെ മലയാളത്തിലും സംസ്കൃതത്തിലും പറയുന്നുവെങ്കിലും ഇതൊന്നും ഒരു മനുഷ്യൻ്റെയും മനസ്സിലില്ല. ഇപ്പോൾ ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 500 കോടി രൂപയുടെ പ്ലെയിൻ, വിമാനം സ്വന്തം ആവശ്യത്തിന് വാങ്ങിച്ച യൂസഫ് അലി, അദ്ദേഹം ആ 500 കോടി രൂപയുടെ വിമാനം വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ അയാൾക്ക് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്താൻ പറ്റാത്ത കുഴപ്പമൊന്നുമില്ല. മനസ്സിലായോ? അത് ഉപേക്ഷിക്കുകയാണെങ്കിൽ 500 കോടി രൂപ കൊണ്ട് എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാം? ഒരു വീടിന് 10 ലക്ഷം രൂപ മതി. മനസ്സിലായോ? അപ്പോൾ 500 കോടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കണക്ക് കൂട്ടിയാൽ മതി. 500 കോടി കൊണ്ട് എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാം എന്നുള്ളത്. ഒരു മനസാക്ഷിയുള്ള മനുഷ്യനാണ് യൂസഫ് അലി എങ്കിൽ അയാൾക്ക് എന്തുകൊണ്ട് ഒരു ഫ്ലാറ്റുകൾ പണിത് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടാ? അത് വെറുതെ കൊടുക്കണമെന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപയുടെ ഓരോ ഫ്ലാറ്റുകൾ പണിത് ഫ്ലാറ്റിൽ വലിയ ഒരു 10-100 വീടുകൾ ഒരുമിച്ച് പണിത് അത് ഓരോന്നും ഗവൺമെൻറ്റിനും ചെയ്യാവുന്ന കാര്യമാണ്. ആ 10 ലക്ഷത്തിൽ 5 ലക്ഷം രൂപ ഒരു കിഴിവ് കൊടുക്കുക. എന്നിട്ട് 5 ലക്ഷം രൂപ മാസം ഒരു 2000 രൂപ വെച്ച് അതിലേക്ക് അടയ്ക്കുക. എന്നിട്ട് അത് അടച്ച് കഴിയുമ്പോൾ അവർക്ക് സ്വന്തമാക്കുക. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുമല്ലെങ്കിൽ സ്വന്തമായിട്ട് അവർക്ക് സൗജന്യമായിട്ട് കൊടുക്കാൻ കഴിയും. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ യൂസഫ് അലി എന്ന് പറയുന്ന ആൾ സത്യത്തിൽ ഒരു മനസാക്ഷിയുമുള്ള ആളല്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് സഹായമാണ് മറ്റുള്ളവർക്ക് ചെയ്തിട്ടുള്ളതെന്ന്. ഞാൻ ഒരു സഹായവും മനുഷ്യർക്ക് ആർക്കും ചെയ്തിട്ടില്ല. അത് സത്യമാണ്. എനിക്കും വേണമെങ്കിലൊക്കെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യാം. ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത് സത്യമാണ്. കാരണം നമ്മൾ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സ്വാർത്ഥത വേണം. സ്വാർത്ഥതയില്ലാതെ നമുക്ക് ആരെയും സഹായിക്കാനാവില്ല. മനുഷ്യനാണെങ്കിൽ അവനിൽ സ്വാർത്ഥതയുണ്ടാകും. ഈ സ്വാർത്ഥത നഷ്ടപ്പെടുന്നത് അവൻ ദൈവവിശ്വാസിയാകുമ്പോഴാണ്.